ഡോക്ടർ ഗോപിനാഥ് പിള്ള സാറ്. അതായത് നമ്മളെ ഇന്ന് ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളുടെ 1 കോടിയോളം ജനങ്ങൾ ഇന്ത്യയുടെ ഗൾഫ് രാജ്യങ്ങളിലായിട്ട് ഉണ്ട്. തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗത്തിന് വേണ്ടി പോയതാണ്. ആഡംബരങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല. അമേരിക്കയിൽ പോകുന്നത് പോലെ ജീവിക്കാൻ വേണ്ടി ഒരിടം തേടിപ്പോയ ആൾക്കാർ ഇന്ന് ഏറ്റവും അധികം ട്രോമ അല്ലെങ്കിൽ ഭയം അനുഭവിക്കുകയാണ്. അവരുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നിർത്തിയിരിക്കുന്നു. ഇവരുടെ ജോലികൾ പലതും ഇപ്പോൾ ഉടനെ തന്നെ അവർ പറഞ്ഞു വിടുകയോ ജോലി ഇല്ലാതാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയും വ്യവസ്ഥിതിയുമാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ ജീവനാഡി ആയിട്ടുള്ള പെട്രോൾ, എണ്ണപ്പാടങ്ങൾ, അതുപോലെ തന്നെ LPG പ്രൊഡക്ഷൻ സെൻറ്ററുകൾ, ഈവൻ അലൂമിനിയം പ്ലാന്റുകൾ ഒക്കെ തന്നെ നിശ്ചലമായിരിക്കുന്നു. ദുബായ് ഗ്ലോബൽ വില്ലേജ് അത് നിശ്ചലമായിരിക്കുന്നു. അങ്ങോട്ട് പോകാൻ വിമാനങ്ങളില്ലാതായിരിക്കുന്നു. അപ്പോൾ ആ ജീവനാഡി തളർന്നിരിക്കുന്ന, സ്തംഭിച്ചിരിക്കുന്ന, അവിടെ ഒരു തരത്തിലുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് ബാധിച്ച മട്ടിലാണ് കാര്യം, അല്ലെങ്കിൽ ഹൃദ്രോഗമെങ്കിലും ബാധിച്ച ആർട്ടീരിയോ സ്ക്ലിയറോസിസ് എന്നെങ്കിൽ മെഡിസിനിൽ പറയുന്ന ആ അസുഖം ബാധിച്ച അവസ്ഥയിലാണ് ഗൾഫ് എക്കോണമി എന്ന്. അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും അധികം റെമിറ്റൻസസ് കിട്ടിയിരുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ പിരിച്ചെടുത്ത് അവിടെ നിന്നാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് 4 പിരിവ് നടത്തി. ഏതൊരാളും പോകുന്നത്, പണം പിരിക്കാൻ പോകുന്നത്, തെരഞ്ഞെടുപ്പ് ഫണ്ടിനായാലും പോകുന്ന അവിടെ. അതിനെപ്പറ്റി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഏജൻറ്റ് പോലും സംസാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് കേൾക്കാനിടയായില്ല. ഇനി ഞാൻ കേൾക്കാതെ പറഞ്ഞുകൂടാന്നില്ല. മൊത്തത്തിൽ അതിന് കൊടുക്കുന്ന മുൻഗണന ശരിയാണോ, ശരിയായ അനുപാതത്തിലാണോ? തീർച്ചയായിട്ടും നമ്മുടെ ഗൾഫ് യുദ്ധം, പ്രത്യേകിച്ചും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ യുദ്ധം, അമേരിക്കയുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ഈ യുദ്ധം നമ്മളെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. കുറെ കൂടി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തെയാണ്. കാരണം കേരളത്തിലെ യൂറോപ്പ് പോലെയാണ്, അമേരിക്ക പോലെയാണെന്ന് പലരും പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ സഹോദരങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പോയി രാപകൽ അവിടെ ജോലിയെടുത്ത് നേടിയെടുക്കുന്ന വരുമാനം നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറയുന്നത് കേരളം യൂറോപ്പ് പോലെ വികസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക പോലെ വികസിച്ചിരിക്കുന്നു. കേരളത്തിന്റെ ആളോഹരി വരുമാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇതൊക്കെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അഭ്യസ്തവിസ്തരായിട്ടുള്ള ചെറുപ്പക്കാർ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു ആകുലതയും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ കാണുന്നില്ല. ഒരുപക്ഷെ BJPക്കാര് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും അതിനെക്കുറിച്ച് ഒട്ടും തന്നെ കെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെ, അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുവരെ ഗൾഫുകാർ ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റുകളില്ല, ഉണ്ടെങ്കിൽ തന്നെ പേടിയാണ്. ഈ ആക്രി സാധനങ്ങളാണ് ഇറാൻ്റെ ഈ മിസൈലുകൾ എന്ന് പറയുന്നത്. ആക്രി സാധനങ്ങൾ തലയ്ക്ക് മേലെ ഒന്ന് വീഴുമെന്നുള്ള പേടിയാണ്. എങ്ങനെ? അത് പറന്നുപോയതിൻ്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബേസുകളാണ്. അത് പോകുന്നതിന് മുമ്പ് അമേരിക്കയുടെ പേട്രിയോട്ട് മിസൈൽ വന്ന് ഇതിനെ തട്ടിക്കളയും ആകാശത്തു. അത്ര ഉയരത്തിൽ നിന്ന് ഈ ആക്രി സാധനങ്ങളിൽ നിന്ന് തലയിൽ വീണ ആളുകൾ മരിച്ചിട്ടുള്ളത് ഇന്ത്യ മരിച്ചത്. ആ ഭീതിയിൽ ആളുകൾ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാതെ, ഇതിനേക്കാൾ വലിയ ചൂട് പൊരിയുന്ന വെയിലത്താണ്. ഇത് കൂടാതെ നമ്മുടെ ലേബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വർക്ക് ടു ഹോം അവർക്ക് പറ്റില്ല. കുട്ടികൾക്ക് പാർക്കിലൊന്നും പോകാൻ പറ്റില്ല ഈ ചൂട് കാലത്ത്. വല്ലാത്ത വ്യതയാണ്. നമ്മുടെ സഹോദരങ്ങൾ തന്നെയല്ലേ അവർ. നമ്മുടെ നാട്ടുകാരാണ് ഏറ്റവും കൂടുതലുള്ളത്. മലബാറിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഒറ്റ പ്രകടന പത്രിക പോലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് പ്രധാനമന്ത്രി വന്നു, എല്ലാവരും വന്നു, പക്ഷേ ഇതിനെ ഈ ഒരു വളരെ നീറുന്ന പ്രശ്നത്തെ ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫുകാരോട് കാണിക്കുന്ന കൃതജ്ഞതയല്ലേ, നന്ദികേടല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന സഹോദരന്മാര്, സഹോദരിമാര് അപ്പൊ എല്ലാവരും ഉണ്ട് ഇപ്പോഴും. അപ്പൊ അവര് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ഉണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ തൊഴിലില്ലാതെ കിടന്ന അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി രാത്രിയും പകലും പണിയെടുക്കുമ്പോൾ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റിനുണ്ടായിരുന്നു. അതിന് യാതൊരു നടപടിയും
ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ മുഖ്യമന്ത്രി ഒരു കത്തെഴുതി അങ്ങോട്ട് വിട്ടു. അതെ. അങ്ങേരുടെ ഉത്തരവാദിത്തം. അത്രേ ഉള്ളൂ. ഞങ്ങൾ ലോക്സഭയെ കൊണ്ട് ഇവരെ എല്ലാം രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേരള സഭയുണ്ടല്ലോ, അതെ, കുറെ പേരെ എടുത്തു വെച്ച് അതിന്റെ നേതാക്കന്മാരായിട്ട് അവർക്ക് ഷൈൻ ചെയ്യാൻ അവസരമാണ്. അത് ഓരോ വർഷവും കുറച്ച് പൈസ ചെലവാക്കാൻ വേണ്ടിയുള്ള അടിക്കാൻ വേണ്ടി അതിലൊരൊറ്റ ആള് ഈ കേരളീയരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് ഒരു പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ട്? ഒരു പ്രസ്താവന കേട്ടിട്ടില്ല. നമ്മൾ ആളാവാൻ വേണ്ടി കേരളത്തിൽ ഇവർക്ക് വേണ്ടി ആരും ശബ്ദം ഉയർത്തുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അതെ, ഒരുപക്ഷെ ഈ എംബസി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എംബസിയായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറുകളൊക്കെ കേന്ദ്രത്തിന്റെ നടപടി, അത് കേന്ദ്രത്തിന്റെ നടപടിയാണ്. അപ്പോൾ അല്ലാതെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ഗൾഫുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഓർഗനൈസേഷനുകളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഈ ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്ത് പോലും ഗൾഫ് മലയാളികളുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങളിലേക്ക് പിന്നെ ശ്രദ്ധ ഊന്നുന്ന ഒരു നടപടിയില്ല. ഒരു പ്രകടന പത്രികയിലും ഗൾഫുകാർക്ക് വേണ്ടി ഒരു നടപടിയുമില്ല. ഇനി വേറൊരു കാര്യം കേൾക്ക്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും പൈസ കൊടുത്ത് ഫ്ലൈറ്റില് ഒരു സൗദിയിൽ നിന്ന് വരാൻ പോലും ഒരു കുറഞ്ഞത് 1,00,000 രൂപയെങ്കിലും ആവും വന്നു പോകാൻ. അത്രയും പണം മുടക്കി വന്ന് ഒരൊറ്റ വോട്ടിന് വേണ്ടി വന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. അതുണ്ട്, തീർച്ചയായും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വരാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ചെങ്കിലും ഒന്ന് വിഷാദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇനി വേറൊരു കാര്യം, ഇതേ സമയം തന്നെ ഇവർ അഡ്രസ്സ് ചെയ്യാത്ത മലയാളികൾക്ക് ആശ്വാസമായിട്ട് വന്നു ആരെന്നറിയാം? UAE ഭരണാധികാരികളാണ്. അവിടുത്തെ UAE പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് മക്തും ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് മക്തും, നീണ്ട പേരാണ്, അവരുടെ പൊക്കം പോലെ തന്നെ നീണ്ട പേരാണതും. അതുപോലെ തന്നെ ഉപഭരണാധികാരി ഷെയ്ഖ് മക്തും ബിൻ മുഹമ്മദ് ബിൻ റാഷിഖ് അൽ മക്തും, ഈ 2 പേരും എന്ത് ചെയ്തു? അവിടെ മലയാളികളും ധാരാളമായിട്ട് പോകുന്ന ദുബായ് മാൾ, പേര് കേട്ടതാണ്. ആ മാളിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന സെയിൽസ്മാൻമാരെ മാത്രമല്ല അവിടെ വാങ്ങിക്കാൻ വന്ന ആൾക്കാരെയും, അതിൽ കൊച്ചു കുട്ടികളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവരുമായിട്ട് ഫോട്ടോഷൂട്ടും ഒക്കെ നടത്തി അവരെ ആശ്വസിപ്പിച്ചു അനുഗ്രഹിച്ചും കൊണ്ട് ഇവരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾക്കാരാണ്. ഒരു ഗവൺമെൻറ് വേണത് അത്ര ഉയർന്ന നിലയിൽ നിന്ന് അവർ വന്ന് അവരെ ആശ്വസിപ്പിച്ച് തലോടി നിങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു സന്ദേശം നൽകി എന്ന് മാത്രമല്ല, അതിനകത്ത് റെസ്റ്റോറൻറ്റും ഉണ്ടല്ലോ മാളിൽ. ആ റെസ്റ്റോറൻറ്റിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ അത്ഭുതപ്പെട്ടു ഇവർ കയറി ചെന്നപ്പോൾ. കാരണം ഇവർക്ക് അങ്ങനെയൊന്നും പോകണ്ട. ലോകത്തിലെ ഏത് ഭക്ഷണവും വേണമെങ്കിൽ നിമിഷത്തിനകം വിമാനത്തിൽ കൊണ്ടുവന്ന് അവിടെ എത്തിക്കാനുള്ള പണമുള്ളവരാണ്. അവർ അവിടെ ഇരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് വേറെ എന്താ പറഞ്ഞെന്നറിയാം? നിങ്ങൾ ആരുടെയും പൈസ ഒന്നും വാങ്ങിക്കണ്ട, എല്ലാ ബില്ലും ഞങ്ങൾ ഗവൺമെൻറ് പേ ചെയ്തോളാം എന്നുള്ള ആശ്വാസവചനം. അവർക്ക് പണമുണ്ട്, അതുകൊണ്ടാണ് തീർച്ചയായും. നമ്മളോ അവർ ഒരു പണവും, ഇന്ത്യക്കാരുടെ ഒരു പണവും കൊണ്ടല്ല അവർ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുന്ന് പോയിട്ട് അവരുടെ പണം അവർക്ക് വലിയ പണമൊന്നും ഉണ്ടായിട്ടില്ല. അത് പിഴിഞ്ഞെടുക്കുന്ന ആൾക്കാർ ഒരൊറ്റ വാക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നില്ലെന്നുള്ളത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും ഗൾഫ് മലയാളികളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ഇലക്ഷൻ കാലത്ത് പോലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്നില്ല. അവരെ ആശ്വസിപ്പിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല. അവരുടെ കുടുംബം, അവരുടെ ഫാമിലി ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് ആ ഇൻകം കൊണ്ടല്ലേ അവർ ജീവിക്കുന്നത്. അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റാ. നമ്മൾ ഗൾഫുകാരെ മാത്രം അവരുടെ ഈ പണം അയക്കൽ കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന കേരളത്തിലെ കുടുംബങ്ങൾ, അവർക്കൊരു പാക്കേജ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? കിറ്റ് എന്ന് പറയുന്ന അവർക്ക് കൊടുത്തുകൂടെ? അതിനിപ്പോൾ കൊടുക്കാൻ പറ്റില്ല, വ്യാപാരം കഴിഞ്ഞു. അതിനു മുമ്പെങ്കിലും ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു. ചുമ്മാ ഇല്ല, ഒരു കത്തിന് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം തീരുമോ? അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, ഇവരല്ലാതെ ആരെ നമ്മൾ അധികാരത്തിലേറ്റിയാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമായിട്ട് ആ LDFിൻ്റെ മോട്ടോ ജനങ്ങൾ മാറ്റും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.